പോക്കിൽ 8ന്റെ പണി തന്നു പോയ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനെ പാണക്കാട്ടെ കുടുംബത്തെ മുസ്ലിം ലീഗിന് മുന്നിൽ നിർത്തി വെട്ടി നിരത്തുകയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി. സത്യത്തിൽ ക്രൈസ്തവരുടെയും മുസ്ലിം ലീഗിന്റെയും ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കിയിരുന്നു ഈ പിണറായിയുടെ തന്ത്രം. മലപ്പുറത്ത് കൊണ്ടുപോയി വെള്ളാപ്പള്ളിയെ പ്രതിഷ്ഠിച്ച് വേറെ ഒരു വർഗീയതയും ഉണ്ടാക്കി ഇതെല്ലാം കൂടി ആളിക്കത്തിച്ച് തുടർഭരണം ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവർ 10 മിനിറ്റിൽ തീർക്കാവുന്ന വിഷയത്തെ ഇടതുപക്ഷ സർക്കാർ ഇത്ര വഷളാക്കി മാറ്റിയത്. എന്നാൽ ഈ വിഷയത്തിൽ UDF ഘടകകക്ഷിയും സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ ചുക്കാൻ പിടിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് ഇവിടെയും വി.ഡി. സതീശനൊപ്പം തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വഖഫ് ബോർഡിനെതിരെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെ തുടർച്ചയെന്നോണമാണ് മുനമ്പം ഭൂമി വിഷയത്തിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പുതിയ സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറിയെയും നേരിട്ട് കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാരിനെ മനഃപൂർവ്വം പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയല്ലേ അവസാന നിമിഷം മുനമ്പം ഭൂമി ഉമേദ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്തെന്ന മന്ത്രിയുടെ നേരിട്ടുള്ള ചോദ്യത്തിന് അത് വെറും സാധാരണ നടപടിക്രമം എന്ന് മാത്രമായിരുന്നു KS ഹംസ നൽകിയ മറുപടി. മെയ് 17-നായിരുന്നു പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതുകൊണ്ട് മെയ് 16-ന് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതെന്നും ചെയർമാൻ വിശദീകരിച്ചു. എന്നാൽ മുൻപ് റാഷിദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന കാലത്തെടുത്ത നിലപാടുകളാണ് ഈ രജിസ്ട്രേഷന് കാരണമായതെന്ന തരത്തിൽ LDF കേന്ദ്രങ്ങൾ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും മുസ്ലിം ലീഗിനെ അത് ശക്തമായിട്ട് തള്ളിക്കളയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് കുടുംബാംഗമായ റാഷിദ് അലി തങ്ങളുടെ കാലത്ത് സുതാര്യമായും ആർക്കും ആക്ഷേപമില്ലാത്ത രീതിയിലുമായിരുന്നു ബോർഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നും നിലവിൽ ചെയർമാൻ അനാവശ്യമായ പ്രചാരണ വേല നടത്തുകയാണെന്നുമാണ് ലീഗ് നേതാവ് P. അബ്ദുൽ ഹമീദ് വ്യക്തമാക്കിയത്. വഖഫ് ബോർഡിൽ ന്യായവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് സമഗ്രമായിട്ട് പരിശോധിക്കണമെന്നും ഏതെങ്കിലും കോണിൽ നിന്ന് രാഷ്ട്രീയ വിവേചനത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയുമാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്ന തരത്തിലുള്ള ചർച്ചകൾ UDF സൈബർ ഇടങ്ങളിൽ സജീവമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ലീഗിന്റെ ഈ പ്രതികരണം പുറത്തേക്ക് വരുന്നത്. അതേസമയം പുതിയ വി.ഡി. സതീശൻ സർക്കാരുമായി യാതൊരു തരത്തിലുമുള്ള ഏറ്റുമുട്ടലിനും വഖഫ് ബോർഡ് തയ്യാറല്ല എന്ന KS ഹംസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി കോടതി ഇടപെടലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളോ ഉണ്ടായാൽ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ബോർഡ് തയ്യാറാണെന്ന് ഉറപ്പും ചെയർമാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പുറമേക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വഖഫ് ബോർഡിന്റെ മനസ്സിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു തന്ത്രപരമായ നിർദ്ദേശം കൂടിയുണ്ട്. മുനമ്പത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് അവിടെ തന്നെ തുടരാൻ പുതിയ സർക്കാർ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ബോർഡിന്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വഖഫ് ബോർഡിന് അത് തത്തുല്യമായ മൂല്യമുള്ള മറ്റൊരു ഭൂമി സംസ്ഥാന സർക്കാർ മറ്റെവിടെയെങ്കിലും നൽകണമെന്നൊരു ഫോർമുലയാണ് വഖഫ് ബോർഡിന്റെ മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ സർക്കാർ തലത്തിൽ ഒരു തുറന്ന ചർച്ച ഉണ്ടായാൽ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുവാനാണ് വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മുൻ പിണറായി സർക്കാർ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വഷളാക്കി വെച്ചിട്ട് പോയ മുനമ്പം വിഷയത്തെ മുസ്ലിം ലീഗിനൊപ്പം നിർത്തിക്കൊണ്ട് വളരെ തന്ത്രപരമായി പരിഹരിക്കാനാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലയ്ക്കും മുള്ളിനും കേടുപാടുകൾ വരാത്ത രീതിയിൽ ക്രൈസ്തവ സമുദായത്തിന് പൂർണ്ണ നീതി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ UDF ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന ലീഗിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി സതീശനുള്ള ശക്തമായ പിന്തുണയാണ് എന്ന് വ്യക്തമാവുകയാണ്. വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരം നിലനിർത്താൻ പിണറായി വിജയൻ നെയ്തുകൂട്ടിയ തന്ത്രങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ പൊളിച്ചടക്കിക്കൊണ്ട് UDF സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ ഭാഗത്തുമുണ്ടായ അനാവശ്യ വീഴ്ചകളും നിയമവിരുദ്ധ നീക്കങ്ങളും കൃത്യമായി പരിശോധിക്കപ്പെടുകയും മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പുതിയ സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ അത് മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്കേറ്റ കനത്ത തിരിച്ചടിയെ മാറും എന്നതിൽ സംശയമില്ല.